How are you, my would-be souls in Global Manons Association and Miss Souls, ways of one perceiving divinity everywhere? ഓണം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയ ലാവണ്യം കൊണ്ട് നിറഞ്ഞ ഒരു ഉത്സവാഘോഷം. ആധ്യാത്മികതയുടെ മൂല്യങ്ങളില്ല എങ്കിൽ പിന്നെ ഓണത്തിന് അത്ര സുഖമുണ്ടാകുകയില്ല. ആധ്യാത്മികത കൊണ്ട് നിറഞ്ഞ ഒരു വൈഷ്ണവ ആചാരത്തിൻ്റെ മഹിമയാണ് ഓണത്തിലൂടെയും കാണപ്പെടുന്നത്. അവിടെ മനുഷ്യത്വവും ദൈവികത്വവും സമ്മേളിക്കുന്നു. വൈഷ്ണവന്മാരുടെ ഓണാഘോഷം പ്യൂർ വെജിറ്റേറിയൻ കൾച്ചറിലൂടെ തന്നെയാണ് കാണുന്നത്. ആധ്യാത്മികത ഇല്ലാത്ത ഒരു സംസ്കാരമാണെങ്കിൽ, നിരീശ്വരവാദത്തിൻ്റെ സംസ്കാരമാണെങ്കിൽ അതിന് ഓണത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഇല്ല, ആഘോഷത്തിൻ്റേതായിട്ടുള്ളൊരു പ്രതിച്ഛായയുമില്ല. അപ്പോൾ ഓണം ശരിക്കും എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നത് ശരിക്കും വിലയിരുത്തി പഠിച്ചാൽ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയത്തിൽ നിന്ന് ഉണർന്നു വന്ന ഒരു വലിയ ആഘോഷ ഉത്സവമാണ്. പലതരത്തിലുള്ള കഥകൾ കൊണ്ട് ഓണത്തെ കരുവാരി തേച്ച് ജീവിച്ചിരുന്ന തലമുറയുടെ കാലം കഴിഞ്ഞുപോയി. ഇനി പുതിയ യുവാക്കളുടെയും യുവതികളുടെയും ആധ്യാത്മിക അവതാരങ്ങളുടെ വരവിനെക്കുറിച്ചിട്ടുള്ള ബോധത്തോടു കൂടി, ഇൻക്ലൂഡിങ് സെക്കൻഡ് കമ്മിങ്ങിന് കൂടി ശരിക്കും നിർവചിച്ചുകൊണ്ട് തന്നെ അവരവരുടെ ഓണത്തെ സ്വാംശീകരിക്കുന്നു. ആഗോളമായിട്ടുള്ള ഓണമാണ് ആഗോള മേനവന്മാരെയും മിസോൾസിനെയും ആകർഷിക്കുന്നത്. ആകർഷകത ഇല്ലെങ്കിൽ എന്ത് ഓണോത്സവം? അതുകൊണ്ട് ആർഭാടമായിട്ടുള്ള ജീവിത രീതികളെ കൊണ്ടും ഹൃദയ വിശാലത കൊണ്ടും മനുഷ്യരെ ഒന്നായി കാണുവാനായിട്ടുള്ള ആധ്യാത്മിക തത്വത്തിൻ്റെ ഒരു വലിയ വിശേഷാൽ ഗുണങ്ങളോടുകൂടി അവരവരെ തന്നെ തിരിച്ചറിഞ്ഞ് ദിവ്യത്വത്തെ അവരവരുടെ ബോധം കൊണ്ട് അണിയുമ്പോൾ മാത്രമാണ് ഓണത്തിൻ്റെ സുഖം, അനുഭൂതി ശരിക്കും അനുഭവപ്പെടുന്നതും ആഘോഷിക്കുന്നതും. അവതാരങ്ങളുടെ വരവില്ല എങ്കിൽ ഭാരതത്തിൽ എന്ത് ധർമ്മം? അവതാരങ്ങളാണ് ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിഞ്ഞ് എങ്ങനെ ധർമ്മപ്രോക്തമായിട്ട് മനുഷ്യരെ ഉദ്ധരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഭാവാത്മകമായിട്ടുള്ള ഭംഗി. അവതാരങ്ങളെ ആവിഷ്കരിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള ആധ്യാത്മിക ബോധം തന്നെ വേണം. അവിടെയാണ് മീസോൾസുകളും ഗ്ലോബൽ മാനോൻസ് അസോസിയേഷനും എങ്ങനെയായിരിക്കണം ഓണം എന്ന് തീരുമാനിച്ച് അവരവരുടെ ഓണത്തെ ആധ്യാത്മ ബോധം കൊണ്ട് ആധ്യാത്മവൽക്കരിക്കുന്നത്. ബോധം കൊണ്ട് മാത്രമേ ബോധത്തെ തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. ബോധം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്?
ആധ്യാത്മികമായിട്ടുള്ള ദാഹം കൊണ്ട്. അവിടെയാണ് നിജരാജ യോഗിയും നിജരാജ യോഗയെ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെയുള്ള യോഗാത്മകമായിട്ടുള്ള ജീവിത രീതി കൊണ്ട് അവരവരുടെ ഉയർന്ന അവസ്ഥകളെ താദാത്മ്യം പ്രാപിക്കാൻ പറ്റുമാറ് ഓണത്തെയും ആഗോളമാക്കി മാറ്റുന്നത്. വെറും സാധാരണ ഒരു കാർഷികോത്സവമല്ല ഓണം. അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് കൊണ്ട് വിലയിരുത്തി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് വച്ച് അവരവരുടെ സ്വാർത്ഥത നിറവേറ്റിയിരുന്ന കാര്യമായിട്ട് വേണമെങ്കിൽ കണക്കാക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് മീ ബ്രാൻഡ് സോൾസും ഗ്ലോബ് മാനോൺസിനും ഓണം ആഘോഷിക്കുന്നത് മുഴുവനും തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ചിട്ടുള്ള മനുഷ്യാത്മകവും ദൈവികാത്മകവുമായിട്ടുള്ള ജീവിത രീതികളെ കൊണ്ട് ധന്യമാക്കി ആഘോഷിച്ചിരുന്ന തറവാടുകളുടെ മഹിത്വം അഥവാ തറവാടുകളുടെ മഹിമ ശരിക്കും വിലയിരുത്തിക്കൊണ്ട് കോസ്മിക്കായിട്ടുള്ള കോൺഷ്യസ്നെസ്സിലൂടെ ഓരോ ദിവസവും ധന്യമാക്കി അവരവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്ന വിധം ഓണം അഥവാ ഏതുത്സവവും ആഘോഷിച്ച് രസിച്ച് അവരവരുടെ ഉള്ളിലെ സാക്ഷാത്കാരം കൊണ്ട് മനുഷ്യരാശിയെ ധന്യമാക്കി നയിക്കാൻ പറ്റുന്ന വിധം ഒരുങ്ങുന്ന രീതി. Only for leader domains in me unit space celebrate Onam with spiritual consciousness. Second coming aspect, if any, is only through Global Menons Association and missiles for the purpose in which we are all involved to create destiny through business, spirituality and prosperity together. Highest the syllabus, straightness, luxurious and royal, gems and jewels. Straight, wish you all happy, blissful Onam and various wonderful things connected with it, with the brilliance of brains to feel the love of God, cosmic love. Highest of the syllabus, love to you all.